വന്ദേമാതരത്തിന് എന്താ കുഴപ്പം? ഇതാ ഞാൻ ചോദിക്കണത്. അങ്ങനെ എല്ലാ സാധനത്തിനെയും നമ്മൾ അർത്ഥം നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബാങ്ക് വിളിയൊക്കെ നിരോധിക്കണ്ടേ? ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ഇത് അവരുടെ താല്പര്യങ്ങൾ അംഗീകരിക്കുന്നിടത്താണ് മതേതരത്വം പുലരുന്നുള്ളൂ, ജനാധിപത്യം പുലരുന്നുള്ളൂ എന്ന രീതിയിൽ അതിനെ ട്വീക്ക് ചെയ്യുക, അതിനെ സ്ക്യൂ ചെയ്യുന്ന ഒരു പണി, വളച്ചൊടിക്കുന്ന പരിപാടി, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സിവിലൈസേഷൻ ജിഹാദ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ എഴുതി വെച്ചത്. ഈ വന്ദേമാതരം ആ ഗീതം അത് ഇതേപോലെ ഒരു ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതും അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഇടയിലെ ആളുകൾക്ക് വലിയ ഒരു പോരാട്ട വീര്യം സമ്മാനിക്കുകയും ചെയ്തത്, അതിനുവേണ്ടി അത് ഉപയോഗിച്ചത് ആരാണ്? അന്നത്തെ കോൺഗ്രസ് ആണ്. അതിന് ആ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ വിരളി പോണ്ടത് ആരാ? സത്യത്തിൽ അന്ന് ബ്രിട്ടീഷുകാരാണ്. അവരെ നമ്മൾ ശത്രുക്കളായിട്ടാണ് കാണുന്നത് അന്നും ഇന്നും. അങ്ങനെ എല്ലാ സാധനത്തിനെയും നമ്മൾ അർത്ഥം നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബാങ്ക് വിളിയൊക്കെ നിരോധിക്കണ്ടേ? അല്ലേ? ഈ ബാങ്ക് വിളിയിൽ എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുമ്പോൾ പിന്നെ രാമനും കൃഷ്ണനൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പോകണമെന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ്. ഇനി അതല്ല, BJP-ക്കാർ കൊണ്ടുവന്നത് ഇത് ഹിന്ദു മതത്തിൻ്റെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിനാദ്യം എതിർക്കുന്നത് ഞാനായിരിക്കും. അവരങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ഹിന്ദു മതത്തിൻ്റെ സാധനമായതുകൊണ്ട് നമ്മൾ എടുക്കുന്നു എന്നല്ല, ഇത് നമ്മളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയുടെ കാര്യമാണ്, അതുകൊണ്ട് നമ്മളത് എടുക്കണം എന്ന് പറയുമ്പോൾ ഇത് മതത്തിനെതിരാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കില്ല എന്ന് പറയുന്നത് ആണ് അവിടുത്തെ തോന്നിവാസം. അതാണ് അവിടുത്തെ അശ്ലീലം. അതിപ്പോഴും മുസ്ലിം നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആദ്യം ഇതിനെ എതിർത്ത ബ്രിട്ടീഷുകാരെ നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെ എതിർക്കുന്ന മുസ്ലിം വിഭാഗത്തെ ശത്രുക്കളായിട്ട് കാണേണ്ടി വരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിം വിരുദ്ധനാവുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സ്വയം ചിന്തിക്കണം, നിങ്ങൾ ബ്രിട്ടീഷുകാരോടൊപ്പമാണോ അത് ഇന്ത്യക്കാരോടൊപ്പമാണോ?